ഹലോ, നമസ്കാരം. ഭക്ഷ്യ സുരക്ഷയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രാഥമികമായി സംസാരിക്കുന്നത് ഈ പാചകം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളിൽ വരുന്ന അണുബാധയെപ്പറ്റിയും അതിൻ്റെ കാലപ്പഴക്കത്താൽ ഷെൽഫ് ലൈഫിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന അണുബാധയും ഒക്കെയാണ്. പക്ഷേ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന മറ്റൊരു വിഷയം അതിൽ സൂക്ഷിപ്പ് കാലാവധി കൂട്ടാനായിട്ട് ആ പാചകം ചെയ്യുന്നതിന് മുമ്പ് തന്നെയുള്ള പ്രോഡക്റ്റിൽ ചേർത്തേക്കുന്ന പ്രിസർവേറ്റീവുകൾ, ഇനി പാചകത്തിനിടയിൽ ചേർക്കുന്ന അഡിക്റ്റീവ്സുകൾ, അതിൻ്റെ രുചി കൂട്ടാനും അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാനുമൊക്കെ ചേർക്കുന്ന ചില ചേരുവകൾ, ഇവയുടെ കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിൽ വരുത്തുന്ന ആരോഗ്യ അപച്യുതികളും അപക്ഷയങ്ങളും ഇത് ഒരിക്കലും നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കാത്ത ഒരു വിഷയമാണ്. ഇനി പാചകം ചെയ്ത ആഹാരം ശരിയാക്കി വയ്ക്കുമ്പോൾ അവ ഉണ്ടാക്കാനായിട്ട്, പാചകം ചെയ്യാനായിട്ട് ഈ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്തതിൻ്റെ യാതൊരു ഡേറ്റയും അവരുടെ കയ്യിൽ ഉണ്ടാകത്തില്ല. അതിൻ്റെ ഡേറ്റ് ഓഫ് ഹാർവസ്റ്റ്, ഡേറ്റ് ഓഫ് ഒറിജിൻ, ഇപ്പോൾ ഫിഷോ മീറ്റോ പോലുള്ള സാധനങ്ങളാണെങ്കിൽ അത് എവിടെ വളർത്തി, എവിടെ സ്ലാട്ടർ ചെയ്തു, എന്ന് സ്ലാട്ടർ ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊന്നും യാതൊരു ഡേറ്റയും ഈ സാധനം പ്രൊക്യൂർ ചെയ്യുന്ന ആളിന് കിട്ടുന്നില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ് എന്നുള്ളത് ആരും ചർച്ചയ്ക്ക് വയ്ക്കുന്നുമില്ല. മാധ്യമങ്ങളൊക്കെ ഈ പാചകം ചെയ്ത ഭക്ഷണം മലിനീകൃതമായി പിടിച്ചു, അല്ലെങ്കിൽ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ച് കുറേ പേർ ആശുപത്രിയിലായി എന്നൊക്കെ വാർത്തകളിൽ വർണ്ണം വിതറുമ്പോൾ ആൾക്കാർ ആകുലപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഇതിൻ്റെ തനിയാവർത്തനങ്ങൾ നിത്യവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു എന്നല്ലാതെ ഇതിനൊന്നും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഒരു 8 വർഷം മുന്നേ നമ്മുടെ മീനുകളിൽ ഫോർമാലിൻ ചേർത്തിട്ടുണ്ടോ എന്നറിയാനായിട്ടൊരു സ്ട്രിപ്പ് മാർക്കറ്റ് ചെയ്തത് വ്യാപകമായി കൊട്ടിഘോഷിച്ച ഒരു സംഭവമാണ്. അഥവാ ഈ സ്ട്രിപ്പ് വാങ്ങി ഞാൻ പോക്കറ്റിലിട്ടിട്ട് ഞാൻ മീൻ വാങ്ങാൻ പോകുന്ന ലോട്ടിൽ ഇത് ഡിപ്പ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് തന്നെ അടി എനിക്ക് വീണിരിക്കും. അപ്പോൾ അഥവാ ഇനി അങ്ങനെ തന്നെ ആണെങ്കിൽ ആ സാധനം എനിക്ക് വാങ്ങാതിരിക്കാം, പക്ഷേ ഇത് കണ്ടു നിൽക്കുന്ന മറ്റു പലരും വാങ്ങാതെ പോകും. അപ്പോൾ ഉറപ്പായും എന്നെ കായികമായി തന്നെ മാർക്കറ്റിൽ ഇത് വ്യാപാരം നടത്താനായിട്ട് വരുന്നവർ നേരിട്ടൊന്നു വരിക്കും. അപ്പോൾ ഇത്തരം പരിശോധനകളൊക്കെ നടത്തേണ്ടവർ പലപ്പോഴും പരാതിയില്ലെങ്കിൽ അവരുടേതായ ഒരു വാൽമീകത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് പതിവ്. അപ്പോൾ ഇത് കേവലമായ ഒരു മലിനീകൃതമായ ഒരു രീതിയോ അല്ലെങ്കിൽ ഒരു അഡൾട്രേഷനോ ആയി മാത്രം ചിത്രീകരിച്ചാൽ പോരാ. കാര്യം നമ്മൾ പഴം പഴുപ്പിക്കുന്നതിന്, മാങ്ങ പഴുപ്പിക്കുന്നതിന് ഒക്കെ അനുവദനീയമായ ഒരു ഫിക്സഡ് ഹെൽത്തിയർ പ്രോട്ടോക്കോൾ പറയാറില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ഉപാധിക്കും യുക്തിക്കും ബുദ്ധിക്കുമൊക്കെ അനുസരിച്ച് അവർ പലതും ചെയ്തെന്നിരിക്കും. അപ്പോൾ ആത്യന്തികമായിട്ട് ഇതൊരു പ്രോഡക്റ്റാണ്. അത് നമ്മുടെ ഒരു പ്രകൃതി വിഭവം നമുക്ക് നഷ്ടപ്പെടുക കൂടിയാണ്. ഇത് എടുത്ത് തട്ടിക്കളയുകയോ കുഴിച്ചിടുകയോ ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ കണ്ടു നിൽക്കുന്നവർക്കും കേട്ടു നിൽക്കുന്നവർക്കും രോമാഞ്ചമുണ്ടായേക്കും. പക്ഷേ ഇത് കർഷകൻ ഇത് വിളവെടുക്കുന്നത് വരെ ഇതിന് കാവലിരുന്നതോ അല്ലെങ്കിൽ ആ ഒരു കാലാവധി തീരുന്നത് വരെ അയാൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത കായിക മൂല്യമോ അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയൽ മൂല്യമോ ഒന്നും ആരും ആഡിറ്റ് ചെയ്യപ്പെടുന്നുമില്ല. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഈ മീൻ പോർട്ടുകളിൽ നിന്ന്, ഹാർബറിൽ നിന്ന് ബിഡ് ചെയ്യുമ്പോൾ, ലേലം ചെയ്യുമ്പോൾ അതിനൊരു ബിഡ് സ്ലിപ്പ് കൊടുക്കുക. ഇത്തരം ബിഡ് സ്ലിപ്പുള്ള ലോട്ടുകൾ മാത്രം അംഗീകൃത മാർക്കറ്റിൽ വ്യാപാരം ചെയ്യാനായിട്ട് അനുവദിക്കുക. അപ്പോൾ തന്നെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാകും. ഇനി മറ്റൊരു കാര്യം, ഈ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഹോട്ടലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിലെ തൊഴിലാളികൾക്ക് ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളനുസരിച്ചുള്ള ഹെൽത്ത് കാർഡൊക്കെ നൽകുമ്പോഴും ഈ ഹോട്ടലുകളിൽ പലതും ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. ഈ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ തന്നെ അതെന്ത് പർപ്പസിനാണ് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉറപ്പാക്കേണ്ടതാണ്. പല ഹോട്ടലുകളിലെയും ശുചിമുറികളുടെ ഔട്ട്ലെറ്റ് തുറക്കുന്നത് പബ്ലിക് ഓടകളിലേക്കാണ് എന്നുള്ളതാണ് മറ്റൊരു പരമാർത്ഥം. ഇതൊക്കെ
പിടിക്കപ്പെടുമ്പോൾ അവർ ശിക്ഷിക്കപ്പെട്ടേക്കാം, മാധ്യമങ്ങളിൽ വാർത്ത അയക്കാം. പക്ഷേ അതുവരെ അനുഭവിച്ച ജനം, അതുവരെ ആ മാലിന്യങ്ങൾ വഴി പടർന്ന പകർച്ചവ്യാധികൾ, ഇവയൊക്കെ പറ്റി യാതൊരു ആഡിറ്റിങ്ങും ഇല്ലാതെ പോകുന്നു. ഇപ്പോൾ പരിഹാരം ഉണ്ടാകുന്നത് ഗ്രാസ് റൂട്ട് ലെവലിലാണ്, ഉപരിപ്ലവമായല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ലഘു വീഡിയോയുടെ ഉദ്ദേശം.